പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴകം സന്ദർശനം രണ്ടാം ദിനം അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈക്കൊണ്ട ചോളപുരത്ത് നടക്കുന്ന ആടി തിരുവാതിര ഉത്സവത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഗംഗൈക്കൊണ്ട ചോളപുരേശ്വരം സന്ദർശിച്ച ശേഷമാണ് ഈ യാത്ര. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ ഗംഗാ സമതലങ്ങൾ കീഴടക്കിയതിന്റെ 1000ാമത് വാർഷികത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുക. രാജേന്ദ്ര ചോളനെ ആദരിച്ചുകൊണ്ട് ചടങ്ങിൽ നാണയം ഉൾപ്പെടെ പ്രധാനമന്ത്രി പുറത്തിറക്കും. 11:50 രാവിലെ 11:50 പ്രധാനമന്ത്രി ഗംഗൈക്കൊണ്ട ചോളപുരത്ത് എത്തിച്ചേരുക. തുടർന്ന് റോഡ് ഷോ ആയി ക്ഷേത്രത്തിലേക്ക് എത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ സുരക്ഷയാണ് തമിഴകത്ത് ഒരുക്കിയിരിക്കുന്നത്. ഗംഗൈക്കൊണ്ട ചോളപുരത്തിൽ നിന്നും അരുൺ ആലത്തൂർ തുടരുകയാണ്. അരുൺ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്രപരമായ ഒരു സന്ദർശനം. അരുണിലേക്ക് എത്തുന്നതിന് മുൻപ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ കൂടി ചേരുകയാണ്. ജിഷ്ണു, ചരിത്രപരമായ ഒരു സന്ദർശനമാണ്. തമിഴകത്തേക്ക് പ്രധാനമന്ത്രി വീണ്ടും വരുമ്പോൾ, അതും മുഗൾ അധിനിവേശത്തിൻ്റെ, ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ശേഷിപ്പുകൾ അവശേഷിക്കുന്ന ആ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക്, ആ ഒരു നാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തിച്ചേരുമ്പോൾ ആ തമിഴകം മാത്രമല്ല, ആ നാട് മാത്രമല്ല, ഭാരതം മുഴുവൻ അത്രത്തോളം ശ്രദ്ധയോടെ അദ്ദേഹത്തെ നോക്കിക്കാണുകയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായി കാതോർക്കുകയാണല്ലേ? തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗംഗൈക്കൊണ്ട ചോളപുരത്തെ സന്ദർശനം ചരിത്രപരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ വിവിധ കാരണങ്ങളാൽ മനഃപൂർവ്വവും അല്ലാതെയും അവഗണിക്കപ്പെട്ട പ്രദേശങ്ങൾ, ചരിത്ര പുരുഷന്മാർ, ഇവയെല്ലാം തന്നെ രാജ്യത്തിനും ലോകത്തിനും പരിചയപ്പെടുത്താൻ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങൾ, വിവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ രാഷ്ട്രീയ നേതൃത്വം മനഃപൂർവ്വവും അല്ലാതെയും വിസ്മരിച്ചു പോകുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ഇത്തരം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെയും ചരിത്ര പുരുഷന്മാരെയും ഭാരതത്തിനും ലോകത്തിനും മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങൾ ഏറെ വലുതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് തമിഴ്നാട് സന്ദർശന വേളയിൽ ഗംഗൈക്കൊണ്ട ചോളപുരം വൈദേശിക ഇസ്ലാമിക അധിനിവേശങ്ങളോട് ചെറുത്തു നിൽക്കുകയും ഒപ്പം രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്തിട്ടുള്ള മേഖലയും രാജവംശത്തെയും തമിഴ്നാട് രാഷ്ട്രീയം മനഃപൂർവ്വം മാറ്റി നിർത്തുന്ന, അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ പ്രദേശത്തെയാണ് ഇന്ന് രാജ്യത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രദേശം സന്ദർശിക്കുകയും അവിടുത്തെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, ഒപ്പം ലോക രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ഗംഗൈക്കൊണ്ട ചോളപുരം ഇനി ലോകം മുഴുവൻ അറിയപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ഗംഗൈക്കൊണ്ട ചോളപുരത്തിൽ റോഡ് ഷോ നടത്തിയാണ് ആ ക്ഷേത്രത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അവിടെ ആടി തിരുവാതിര ഉത്സവത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൂടാതെ രാജേന്ദ്ര ചോളന്റെ സ്മരണാർത്ഥം അവിടെ നാണയം പുറത്തിറക്കും. അത്തരം പരിപാടികളിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. ചരിത്രപരമായ സന്ദർശനം, 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലെത്തിയത്. അവിടെ തൂത്തുക്കുടിയിൽ നവീകരിച്ച വിമാനത്താവളം ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്നലെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ ഉൾപ്പെടെ നിർവഹിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയപരമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖല, അല്ലെങ്കിൽ തമിഴ്നാടും കേരളവും അത്തരത്തിലൊരു സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്ന വേർതിരിവുണ്ടാക്കിക്കൊണ്ട് ഭാഷയുടെ പേരിൽ പ്രാദേശികവാദം അനാവശ്യമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തമിഴ് വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം പ്രത്യേകിച്ച് DMKയുടെ ഭാഗത്തുനിന്ന് തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വളരെ വ്യാപകമാണ്. ഹിന്ദിയെ കുറ്റം പറയുന്ന അല്ലെങ്കിൽ ത്രിഭാഷാ നയവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷയോടൊപ്പം പ്രാദേശിക ഭാഷയോടൊപ്പം വിദ്യാഭ്യാസ ഉന്നതി നേടുന്നതിന് ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെ സ്വായത്തമാക്കുന്നതിനുള്ള ത്രിഭാഷാ നയത്തെ തള്ളിപ്പറയുകയും അനാവശ്യ പ്രാദേശിക വാദവും അനാവശ്യമായിട്ടുള്ള പ്രാദേശിക ഭാഷാ വിവാദവും സൃഷ്ടിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള DMKയ്ക്കുള്ള കനത്ത തിരിച്ചടി കൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഒപ്പം ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്, ഒരു ഭാഷയും രാജ്യത്ത് പ്രാധാന്യമില്ലാത്തതല്ല, ഹിന്ദിയും മറ്റെല്ലാ ഭാഷകളും ഒരുമിച്ച് നിൽക്കുന്നതാണ് രാജ്യത്തിന്റെ ശക്തി, വൈവിധ്യത്തിലും ഏകതയാണ് നമ്മുടെ ശക്തി, ഒരുമിച്ച് നിൽക്കുമ്പോൾ ഭാരതത്തിന് മുൻപോട്ട് കുതിക്കാൻ സാധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത്തരത്തിൽ പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന DMKയ്ക്കുള്ള കനത്ത തിരിച്ചടി. കൂടാതെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. അവിടെ NDA സഖ്യം, BJP AIDMK സഖ്യം ഇത്തവണ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതുകയും അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം NDA സഖ്യത്തിന്റെ
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കുള്ള കാൽവെപ്പ്. ഒപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗംഗൈകൊണ്ട ചോളപുരം എന്ന മേഖല ഇനി മുതൽ ലോക ശ്രദ്ധയിലേക്ക് എത്തുന്ന തരത്തിലുള്ള സന്ദർശനം കൂടിയാണ് പ്രധാനമന്ത്രിയുടേത്. KP സന്ദർശനം തന്നെയാണ് ജിഷ്ണു. ഒപ്പം തന്നെ ഈ ദക്ഷിണ ഭാരതത്തെ അവഗണിക്കുകയാണ് BJP സർക്കാർ, NDA സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ DMK ഭരണകൂടം നാൾക്കുനാൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സനാതനധർമ്മത്തെ ഇകഴ്ത്തിക്കാട്ടുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇവിടെ ഭാഷയുടെ പേരിലുള്ള ആ വേർതിരിവ് കൃത്യമായി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം DMK സർക്കാർ സ്വീകരിക്കുന്നു. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ വീണ്ടും തമിഴകത്തേക്കുള്ള സന്ദർശനം കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. ഉത്തരേന്ത്യയെന്നോ ദക്ഷിണേന്ത്യയെന്നോ ഭേദമില്ലാതെ വികസനം, ഭാരതത്തിൻ്റെ ഓരോ മുക്കും മൂലയിലും ഉറപ്പുവരുത്തുന്ന വികസന കാഴ്ചപ്പാടാണ് ഭാരതം ഭരിക്കുന്ന NDA സർക്കാരിൻ്റേതെന്ന് ഒരിക്കൽ കൂടി അടിവരയിടുന്ന രീതിയിലേക്ക് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനവും വികസന പദ്ധതികളും. അല്ലേ, ഏകദേശം 4900 കോടിയുടെ വികസന പദ്ധതികൾക്കാണല്ലോ പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നതും. KP വികസന പ്രവർത്തനങ്ങളുടെ കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും KP ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമം അത് DMKയും കേരളത്തിൽ CPM-ഉം ഉൾപ്പെടെ ഒരു പരിധിവരെ കോൺഗ്രസും ഉൾപ്പെടെ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നുള്ള ഒരു വേർതിരിവുണ്ടാക്കിക്കൊണ്ട് ദക്ഷിണ മേഖല, ഭാരതത്തിന്റെ ദക്ഷിണ മേഖല BJPക്കൊപ്പമല്ല എന്ന് വരുത്തി തീർക്കുന്നതിനും ദേശീയതയിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് വിഘടനവാദ പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾക്ക് വിവിധ വിഘടനവാദ സംഘടനകളുടെ പിന്തുണ കൂടിയുണ്ട് എന്നുള്ളത് നേരത്തെ IB റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അത്തരം ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടി കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും എല്ലാം പ്രവർത്തനങ്ങളും വികസന നേട്ടങ്ങളിലൂടെയും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വികസനത്തിന്റെ കാര്യം എടുത്തു പരിശോധിക്കുമ്പോൾ അങ്ങ് ലഡാക്കിലെ ഏറ്റവും അവസാനത്തെ അതിർത്തി പ്രദേശങ്ങളിലെ ഏറ്റവും അവസാനത്തെ വീടുകളാണെങ്കിലും അവിടെ കന്യാകുമാരി ഏറ്റവും താഴെ കന്യാകുമാരിയിലെ ആ തീരപ്രദേശത്താണെങ്കിലും ഗുജറാത്ത് തീരത്തും ജമ്മു കാശ്മീർ മേഖലയും ഉൾപ്പെടെ രാജ്യത്തിന്റെ മുഴുവൻ മേഖലയിലെയും ജനങ്ങളെ ഒരുപോലെ കാണുകയും വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക, അത് വിവിധ സംസ്ഥാനങ്ങളിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നു എന്നത് നോക്കാതെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പദ്ധതികൾ എത്തിക്കുക. അത് കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ 4800 കോടി രൂപയുടെ വികസന പദ്ധതികൾ, കേരളത്തിൽ നിരവധി വികസന പദ്ധതികളുടെ തുടക്കവും ഉദ്ഘാടന കർമ്മങ്ങളും, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, തെലങ്കാനയിൽ, അത്തരത്തിൽ ദക്ഷിണ ഭാരതം അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്ന വേർതിരിവില്ലാതെ എല്ലാ മേഖലയിലേക്കും വികസനം എത്തിക്കുക, ദേശീയതയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് എല്ലാ മേഖലയെയും കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യം നരേന്ദ്രമോദി സർക്കാരിനുണ്ട് എന്നുള്ളത് അത് പ്രഖ്യാപിത നയം തന്നെയാണ്, മോദി സർക്കാരിന്റെ പ്രഖ്യാപിത നയം തന്നെയാണ്. അതിനെ എതിർത്ത് നിൽക്കാനാണ് ഇത്തരത്തിൽ അനാവശ്യ ഭാഷാ വിവാദം, തമിഴ് വാദം ഉയർത്തിക്കൊണ്ട് DMK സർക്കാർ, സ്റ്റാലിനാണെങ്കിലും ഉദയനിധി സ്റ്റാലിനും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ തമിഴ് മാത്രം പഠിപ്പിച്ചാൽ മതിയെന്നുള്ള അത്തരത്തിലൊരു വാദം ഉയർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന നീക്കത്തിലേക്ക് പോലും അവിടെ DMK സർക്കാർ പോയി എന്നുള്ളതാണ്. ഒരു +2 അല്ലെങ്കിൽ ഡിഗ്രി തലത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്ക് കിടക്കുമ്പോൾ, അത് മെഡിക്കൽ വിദ്യാഭ്യാസമാണെങ്കിലും എഞ്ചിനീയർ വിദ്യാഭ്യാസമാണെങ്കിലും അത്തരത്തിലേക്ക് എത്തുമ്പോൾ ത്രിഭാഷാ നയം ഓരോ വിദ്യാർത്ഥിക്കും എത്രത്തോളം ഗുണം ചെയ്യും, അത് തമിഴ്നാട്ടിന് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തിന് പുറത്ത് ജോലിക്കായി പോകുമ്പോൾ അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്ത് ജോലിക്ക് പോകുമ്പോൾ അത് എത്രത്തോളം ഗുണകരമാകുമെന്ന് പരിശോധിക്കാതെ അനാവശ്യ തമിഴ് വാദവും പ്രാദേശിക വാദവും ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ അതിലേക്ക് എത്തിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് സംരക്ഷിച്ചു നിർത്താനും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയം നേടുന്നതിനും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങളെ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനവും വികസന പ്രവർത്തനങ്ങളും തച്ചു തകർക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകൾ ഉയർത്തിക്കൊണ്ട് വികസന നേട്ടങ്ങൾ എത്തിച്ചുകൊണ്ട്, ഒപ്പം പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഏത് അത്യാധുനിക സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് വികസന പ്രവർത്തനവുമായി മുൻപോട്ട് പോകുമ്പോഴും ഭാരതത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം മറക്കാതെ ചേർത്ത് പിടിച്ചു വേണം നമ്മൾ മുൻപോട്ട് കുതിക്കാൻ എന്ന് പ്രധാനമന്ത്രി തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിന് സമാനമായിട്ടാണ് അദ്ദേഹം ഇന്നിപ്പോൾ, അല്ലെങ്കിൽ ആ വാക്കുകൾ യാഥാർത്ഥ്യമാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഓരോ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സന്ദർശനം നടത്തുമ്പോൾ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വിവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ മനഃപൂർവ്വമോ അല്ലാതെയോ അവഗണിക്കപ്പെടുകയും വിസ്മരിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്ര പ്രാധാന്യമുള്ള ഭൂമികളിലേക്കും ചരിത്ര പുരുഷന്മാരെ ഭാരതത്തിനും ലോകത്തിനും പരിചയപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായാണ് ഗംഗൈകൊണ്ട ചോളപുരത്തേക്കും പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ ചോള രാജവംശം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വൈദേശിക ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പ്, അത്തരം കാര്യങ്ങൾ വീണ്ടും ഭാരതത്തിന്റെയും ലോകത്തിന്റെയും മുൻപിലേക്ക് ചർച്ചയ്ക്ക് എത്തിക്കുന്നു. രാജേന്ദ്ര ചോളന്റെ സ്മരണാർത്ഥം നാണയം പുറത്തിറക്കുന്നു. അവിടെ ഒരു വലിയ റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും.
യെസ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴകം സന്ദർശനം രണ്ടാം ദിനം നിർണായകമായ സന്ദർശനമാണ്. ഇന്ന് ഗംഗൈ ചോളപുരം അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അത് ചരിത്രപരമാണ്.